പ്രിയ, എന്താ ഇവിടെ അരുൺ എന്നൊരാള് ജോലി ചെയ്യുന്നുണ്ടോ? അരുണോ? ഈ സാറ് ഒരു അരുണിനെ അന്വേഷിച്ച് വന്നതാ. ഏത് സെക്ഷനിലാണെന്ന് സാറിന് അറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കോ? അരുൺ എന്ന പേരിലുള്ള ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ സർ. സാറിന് കമ്പനി മാറിപ്പോയതായിരിക്കും. കമ്പനി മാറിപ്പോയിട്ടൊന്നുമില്ല. പലയിടത്തും അന്വേഷിച്ചു. ഒടുവിൽ ഇവിടെയാണ് അവൻ ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവനെ കാണാതെ ഞാൻ പോകില്ല. അവനൊരു പ്രൈവറ്റ് ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്തിരുന്നു. അത് വിട്ടിട്ടാ അവൻ ഇവിടെ ജോയിൻ ചെയ്തത്. ബാങ്കിൽ ജോലി ചെയ്ത ആളാവുമ്പോ പ്രൊഡക്ഷനിലായിരിക്കില്ല, അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലായിരിക്കും. പക്ഷേ അവിടെയും അരുൺ എന്ന പേരുള്ള ആരും ജോലി ചെയ്യുന്നില്ലെന്ന എന്റെ വിശ്വാസം. ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന എല്ലാരെയും എനിക്ക് നല്ല പരിചയം. ഈ അടുത്ത കാലത്താ അവനിവിടെ ജോലിക്ക് കയറുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അവനെ പരിചയമില്ലാത്തത്. ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയില്ലേ? ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂ. എനിക്ക് അവനെ കണ്ടിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ. ഈ അടുത്ത കാലത്ത് ഇവിടെ ജോയിൻ ചെയ്ത ഒരേ ഒരാള് നന്ദന. ബാങ്ക് മാനേജറായിരുന്ന ആൾക്ക് എങ്ങനെ പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാൻ കഴിയും? സർ, സാറിന് കമ്പനി മാറിപ്പോയത് തന്നെയാ. അവസാനമായിട്ട് ഇവിടെ ജോയിൻ ചെയ്ത ആളുടെ പേര് നന്ദനെന്ന. അയാള് ജോലി ചെയ്യുന്നത് ഓഫീസിലല്ല, പ്രൊഡക്ഷനില. ആ, അവന്റെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. ഞാനത് കാണിച്ചു തരാം. അത് കണ്ടാ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. സാർ, സാർ എന്തു പറ്റി? സാർ ഇവിടെ ഇരിക്കണം സാർ. സാറിന് വെള്ളം വേണോ? ഞാൻ എടുത്തിട്ട് വരാം. മോനെ, സാരമില്ല. പെട്ടെന്ന് ഞാൻ എന്റെ മോളെ ഓർത്തുപോയി. മോളെ ഓർമ്മ വന്ന ഞാൻ ഇങ്ങനെയാ. സാരമില്ല, എനിക്കിപ്പോ ഒന്നുമില്ല. മോനാ ഫോണൊന്ന് എടുത്തു തരുമോ? ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചു തരാം. അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ മോനെ. ഫോണിന്റെ ഡിസ്പ്ലേ പോയി. ദൈവം പോലും ആ തെമ്മാടിയുടെ ഭാഗത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചില സമയത്ത് ക്രൂരന്മാരെയാ ദൈവം സ്നേഹിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ആരാ സർ? ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് ആരെയാണെന്നല്ലേ മോൻ അറിയേണ്ടത്? എന്റെ മോളെ ഇല്ലാതാക്കിയ മൃഗത്തെയാ ഞാൻ അന്വേഷിക്കുന്നത്. അവനെ മൃഗമെന്നും വിളിക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും ഒരു തരി സ്നേഹം. അവന്റെ മനസ്സിൽ നിറയെ ദുഷ്ടത്തരമാ. 3 ദിവസമായി ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുക. ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുക. അവന്റെ കൂടെ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാള് തന്നെയാ അവനിപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അവനിവിടെ ഉണ്ട് മോനെ. അവൻ ഈ കമ്പനിയിൽ തന്നെ ഉണ്ട്. എന്റെ മോളെ ഇല്ലാതാക്കിയ ആ മൃഗം ഈ കമ്പനിയിൽ തന്നെ ഉണ്ട്. മോനെ, അവനെ വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിട്ടാൽ എന്റെ മോൾക്കുണ്ടായ അനുഭവം പല പെൺകുട്ടികൾക്കും ഉണ്ടാവും. അവനവരെ പ്രേമം നടിച്ച് ചതിക്കും. എന്റെ മോൾ ആത്മഹത്യ ചെയ്തതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും. ഞാൻ ഈ കരയുന്നത് പോലെ അവരുടെ അച്ഛന്മാരും കരയേണ്ടി വരും. അവൻ ഈ കമ്പനിയിൽ ജോലിക്ക് വന്നെങ്കിൽ ഇവിടെയുള്ള ഏതോ ഒരു പെൺകുട്ടിയെ നോട്ടം വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അവനെ വിടരുത്. സാർ ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയാതെ എങ്ങനെയാ സാർ? അരുൺ എന്ന പേര് മാത്രം വെച്ച് ഞാൻ എങ്ങനെയാ അവനെ കണ്ടുപിടിക്കുന്നത്? സാർ ഇപ്പൊ തിരിച്ചു വയ്ക്കോ. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഫോൺ റിപ്പയർ ചെയ്ത് അവന്റെ ഫോട്ടോ ആയിട്ട് തിരിച്ചു വരും. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ ഞാൻ സാറിന് പിടിച്ചു തന്നിരിക്കും. ശരി മോനെ. എന്നെ
അന്വേഷിച്ച് ഇവിടെ എത്തി. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല. എന്റെ ഫോട്ടോമേ അയാൾ വീണ്ടും വരുന്നതിന് മുമ്പ് വന്ന കാര്യം പൂർത്തിയാക്കി എത്രയും വേഗം ഇവിടുന്ന് പോണം. നിന്നോട് എനിക്ക് സംസാരിക്കാൻ ഒരൊറ്റ വിഷയമേ ഉള്ളൂ നന്ദ. കൈലാഷിന് പാർവതിയോടുള്ള പ്രണയം. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ അങ്കിളിന്റെയും ആന്റിയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. പാർവതിക്ക് കൈലാഷ് ഒരു സാരി ഗിഫ്റ്റ് നൽകി. എന്തിനാണെന്നറിയോ? ഫംഗ്ഷന് പോകുമ്പോ അവൾ കുടുക്കാൻ ഏറ്റവും നല്ല സാരി ഉടുപ്പിച്ച് അവളെ ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ നിർത്തി കൊടുത്തിട്ട് അവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നന്ദൻ അറിയില്ലേ? ഇവളെന്റെ ജീവനാണ്, ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന്. ആനിവേഴ്സറിയുടെ അന്ന് അവൻ ആവശ്യപ്പെടുന്ന എന്തും നൽകുമെന്ന് ആന്റി അങ്കിളും അവന് വാക്ക് നൽകിയിട്ടുണ്ട്. ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നിൽ വെച്ച് അവനത് പറഞ്ഞ പറ്റില്ലെന്ന് പറയാൻ ആന്റിക്കും അങ്കിളിനും കഴിയില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പ്രപ്പോസ് ചെയ്യുമ്പോ നോ പറയാൻ പാർവതിക്കും കഴിയില്ല. അല്ല, ഞാൻ എന്ത് ചെയ്യണം അത് പറ. ഫംഗ്ഷനിൽ അവൾ പങ്കെടുക്കാൻ പാടില്ല. ഫംഗ്ഷന്റെ അന്ന് അവളും കൈലാഷും പരസ്പരം കാണാൻ പോലും പാടില്ല. ഗന്ധർവൻ നീയാണെന്ന് അവളെ വിശ്വസിപ്പിച്ച് അവളെയും കൂട്ടി ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ മൂവിക്കോ ഏത് നരകത്തിലേക്ക് പോയാലും കുഴപ്പമില്ല. നന്ദ, ഞാൻ ഇവിടെ തീ പിടിച്ച പോലെ നിൽക്കുമ്പോ നീ ചിരിക്കുന്നോ? കരുണാകരന്റെ വാക്ക് കേട്ടും ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തതിന്റെ ദേഷ്യം നീ എന്നോട് ഇപ്പൊ തീർക്കല്ലേ നന്ദ. ഈ ഒരു രാത്രിയും നാളെ ഒരു പകലും മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അവള് ഫംഗ്ഷന് പങ്കെടുക്കാതിരിക്കാൻ നീ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ അവളെ പാർക്കിലോ ബീച്ചിലോ കൂട്ടിക്കൊണ്ടു പോയാ നീ ജയിക്കൂ? എനിക്ക് അവളെ എത്ര സമയം പിടിച്ചെടുത്താൻ കഴിയും? കുറച്ച് മണിക്കൂറുകൾ, അല്ലെങ്കിൽ സന്ധ്യ വരെ. അത് കഴിഞ്ഞ അവൾ ഹോസ്റ്റലിലേക്ക് പോകും. കൈലാഷിന് അവിടെ പോയി അവളെ കാണാൻ കഴിയും. വാർഡന്റെ പെർമിഷനോടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യാനും പറ്റും. നീ അവിടെ തോറ്റു പോവുകയും ചെയ്യും. നന്ദ, നീ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ അവളെ ഇവിടുന്ന് മാറ്റുകയല്ല വേണ്ടത്. കൈലാഷ് അവളെ കാണണം. കൈലാഷ് അവളെ കാണുമ്പോ ഞാൻ കെട്ടിയൊരു താലി അവളുടെ കഴുത്തിൽ ഉണ്ടാവുകയും വേണം. എങ്കിലേ നീ ജയിക്കൂ. അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയോ? എങ്ങനെ? തുറന്നു നോക്ക്. സാരിയോ? അത് സാരി, ഇത് താലി. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്?